പാളയംകോടൻ പഴം അഥവാ നമ്മുടെ നാട്ടിൽ മൈസൂർ പഴം എന്ന് വിളിക്കുന്ന പഴമാണ്. ഇത് പാളയം എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതല്ല. പേരിൽ അറിയപ്പെടാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒരു, ഉദ്ഭവവും പ്രചാരവും. ഈ പഴം കർണാടകയിലെ മൈസൂർ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുകയും അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിക്കുകയും ചെയ്തതാണ് ഈ പേര് വരാൻ പ്രധാന കാരണം. മൈസൂർ രാജാക്കന്മാരുടെ കാലം മുതൽക്കേ ഈ പഴത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. 2. മൈസൂർ സിൽക്ക് ബന്ധം. ഈ പഴത്തിന്റെ തൊലിക്ക് സ്വർണ്ണനിറവും വളരെ നേർത്ത സ്വഭാവവുമുണ്ട്. മൈസൂരിലെ പ്രസിദ്ധമായ സിൽക്കിന്റെ മൃദുത്വവും തിളക്കവുമായി ഇതിനെ ഉപമിക്കാറുള്ളതിനാലാണ് മൈസൂർ പൂവൻ അല്ലെങ്കിൽ മൈസൂർ പഴം എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. ചില അധിക വിവരങ്ങൾ. മൈസൂർ റാസ്പെലി, മൈസൂർ പൂവൻ ***. ഈ ഇനത്തിന് ഭൗമസൂചിക പദവി ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ GI ടാഗ് മൈസൂർ പഴം എന്ന പേരിൽ തന്നെയുണ്ട്. കേരളത്തിൽ ഇതിനെ സാധാരണയായി പാളയംകോടൻ എന്നാണ് വിളിക്കുന്നത്. ചിലയിടങ്ങളിൽ പൂവൻ പഴം എന്നും പറയും. യഥാർത്ഥ പൂവൻ പഴം ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണെങ്കിലും അല്പം പുളിപ്പും മധുരവും ചേർന്ന രുചിയും നേർത്ത തൊലിയുമാണ് ഈ പഴത്തിന്റെ പ്രത്യേകത. ഓട്സിനൊപ്പം ഇത് ചേർക്കുമ്പോൾ ആ ചെറിയ പുളിപ്പ് നല്ലൊരു വ്യത്യസ്ത രുചി നൽകും.